ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാന്റെ ടിക്കറ്റ് കിട്ടാൻ ബുക്ക് മൈ ഷോയിൽ യുദ്ധമാണ്, മഹായുദ്ധമാണ് നടക്കുന്നത്. കിട്ടിയവരൊക്കെ ഭാഗ്യവന്മാരായിട്ടാണ് കാണുന്നത്. എല്ലാവരും സ്റ്റാറ്റസ് പോലും ഇടാൻ തുടങ്ങി വാട്സപ്പിൽ. എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ ലെവലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോന്റെ സെർവർ പോലും 9 മണി മുതൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയേറെ ആളുകളാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടി തല്ലും പിടിയും കൂടിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ടിക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തിയേറ്ററിലെ സകല ഷോയും ഒരൊറ്റ ദിവസം ആ ഒരു സമയം തന്നെ ഫുൾ ആവുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ സിനിമയെ എമ്പുരാൻ ഞെട്ടിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഈ ഒരു എമ്പുരാന്റെ പോക്ക്. ബുക്ക് മൈ ഷോയിൽ ആദ്യത്തെ 1 അവറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞ പുഷ്പ 2 എന്ന് പറയുന്ന അല്ലു അർജുന്റെ സിനിമയാണ്. ആ ഒരു സിനിമയുടെ റെക്കോർഡ് പോലും എമ്പുരാൻ തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് പോകുകയാണെങ്കിൽ എമ്പുരാന് പോസ്റ്റർ റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഓളം, ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കളക്ഷൻ റെക്കോർഡ് ചെറുതൊന്നും ആയിരിക്കില്ല. ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ കളക്ഷൻ റെക്കോർഡ് ലിയോ എന്ന് പറയുന്ന സിനിമയുടെ പേരിലാണ്. 12 കോടിക്ക് മുകളിലാണ് ആ സിനിമ കളക്ട് ചെയ്ത്. അതിന്റെ റെക്കോർഡ് ഈ അടുത്ത കാലത്തൊന്നും ആർക്കും തകർക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. ഇനി ഒരു വിജയ ചിത്രം വേണ്ടി വരും എന്ന് വിചാരിച്ച ആ ഒരു സമയത്താണ് എമ്പുരാന്റെ വരവ്. ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ കളക്ഷൻ ഇനി നോക്കുകയാണെങ്കിൽ എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എമ്പുരാൻ ഈ സിനിമ, അതായത് ലിയോ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് അടിച്ചിടുക തന്നെ ചെയ്യും. കേരളത്തിലെ കളക്ഷൻ റെക്കോർഡിന്റെ രാജാവ് ഒരേ ഒരു മോഹൻലാൽ മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചു വരുന്ന, അടിവര ഇടുന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൂപ്പർ താരത്തിന്റെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഹൈപ്പും കാര്യങ്ങളൊക്കെ വരുന്ന സിനിമയുടെ ആദ്യ ഷോ 2 ഷോ ഒക്കെയാണ് സാധാരണ ടിക്കറ്റ് ബുക്കിങ്ങിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുൾ ആവുക. ഇത് ഒരു ദിവസം എത്ര ഷോ ഉണ്ടോ ആ ഷോ മുഴുവൻ ഒരേ സമയം ഫുള്ളായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടി കാണുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം തിരുത്തി കുറിക്കും, പുതിയ ചരിത്രം ഉണ്ടാക്കും എമ്പുരാൻ എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. ഈ പോക്ക് പോകുകയാണെങ്കിൽ എന്തായാലും മോഹൻലാലിനെ കവിച്ചു വെക്കാൻ ഇനി അന്യഭാഷ നടന്മാർക്ക് പോലും ആവാത്ത രീതിയിലാണ് എമ്പുരാന്റെ പോക്ക്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് കിട്ടിയവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക.